നമസ്കാരം. പോലീസുകാരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്രമസമാധാന നിലനിർത്തുന്നതിനും സമാധാനപൂർവ്വം ഇവിടെ ജീവിക്കുന്നതിനും ഏറ്റവും അധികം ഇവിടെ പ്രയത്നിക്കുന്ന ഒരു സേന തന്നെയാണ് പോലീസ് സേന, കേരള പോലീസ് എന്ന് പറയുന്നതിൽ ഒരു സംശയം വേണ്ട. പക്ഷെ ഇതിനിടയിൽ ചില ചെറ്റകളുണ്ട്. മനുഷ്യത്വമില്ലാത്ത, മനുഷ്യരല്ലാത്ത കുറെ യൂണിഫോംധാരികൾ കടന്നുകൂടിയിട്ടുണ്ട്. അവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അവർ തൊലച്ചു കളയുന്ന ജീവിതങ്ങൾ അത് വളരെ വലുതാണ്. ഈ കേരളത്തിലെ ഒരുപാട് യുവാക്കളുടെ ജീവനും ജീവിതവും നശിപ്പിച്ചിട്ടുള്ള ഈ കിരാതന്മാരുടെ നടപടികൾ വിളിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ അതിനെതിരെ പോലും പ്രതികാര നടപടികൾ വന്നേക്കാം. എനിക്കുമുണ്ട് ഒരു അനുഭവം പറയാൻ. ഞാൻ പറയാൻ വന്നത് കൊല്ലം സ്വദേശി വിനോദിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതിനു മുമ്പ് 1998 നടന്നൊരു സംഭവം ഞാൻ പറയാം. അന്ന് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ SI ആയിരുന്ന AG ലാൽ എന്ന് പറഞ്ഞ ഒരു പരമ ചെറ്റ ഒരു ഉദ്യോഗസ്ഥൻ. ഞാനിത് ഇങ്ങനെ പറയുന്നത് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഇങ്ങനെ സാധാരണ പറയാറില്ല. ഇത് പറഞ്ഞത് 2.5 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് എൻ്റെ കർണക്കുറ്റിക്ക് അടിച്ചതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അത്രയ്ക്ക് വിവരം കെട്ട ഒരു ചെറ്റ യൂണിഫോംധാരിയായിരുന്നു ഈ AG ലാൽ എന്ന് പറയുന്ന വ്യക്തി. ഇന്ന് അദ്ദേഹം ഒരുപക്ഷെ സർവീസിലുണ്ടെങ്കിൽ SP റാങ്കിലോ മറ്റോ ഉണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നുണ്ടാവും. എൻ്റെ വീഡിയോ അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഈ രീതിയിൽ വളരെ മോശമായി വലിയൊരു വിഭാഗം ഇന്നും കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. 2.5 വയസ്സുണ്ടായിരുന്ന എൻ്റെ അന്നത്തെ മകന് ഇന്നും അത് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മാനസികാഘാതം അന്ന് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക. പല വിഷയങ്ങളും പലപ്പോഴും ഉണ്ടാകും. സത്യം എന്താണ്, വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കി സംസാരിച്ച് പെരുമാറുന്നതിന് പകരം എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ മാറ്റി നിർത്തി പെരുമാറാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ആവേശം കാണിച്ച് യൂണിഫോമിന്റെ ബലത്തിൽ ചാടി പുറപ്പെടുമ്പോൾ അത് ഒരുപാട് പേരുടെ മനസ്സിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും, ജീവിതകാലം മുഴുവൻ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പോലീസുകാർ മനസ്സിലാക്കണം. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ യൂണിഫോമിന്റെ ബലത്തിൽ ഇവിടെ പലതും കാണിച്ചു കൂട്ടുന്ന കാട്ടാളന്മാരായുള്ള ചെറ്റകളായിട്ടുള്ള യൂണിഫോം ധാരികളായിട്ടുള്ള പോലീസുകാരായി ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സംഭവത്തെ വിനോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കൊല്ലം സ്വദേശിയായിട്ടുള്ള ചെറുപ്പക്കാരനെ അടിച്ച് മൃതപ്രായനാക്കിയിട്ടുള്ള മറ്റൊരു കേസ് പുറത്തു വരുന്നു. ഇവിടെ ചോറ്റാനിക്കര CI PK മനോജ് ഈ പറയുന്ന വിനോദിനെ അടിച്ച് ചതച്ച് മൃതപ്രായനാക്കി എന്നാണ് പരാതി വന്നിട്ടുള്ളത്. ഈ വിനോദിന് നേരെ അത്തരത്തിലൊരു പരാതി വരുന്ന വിനോദിന്റെ കുടുംബ കേസാണ്, അദ്ദേഹത്തിന്റെ ഭാര്യമായിട്ടുള്ള കേസാണ്, എന്തോ മാല പണയം വെക്കുന്നതുമായിട്ടുള്ള കേസാണ്, ചെറിയ കേസാണ്. ഈ മനോജ് എന്ന് പറയുന്ന ഈ പോലീസുകാരൻ അയാളെ ഇഞ്ചച്ച പോലെ ചതച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മദ്യം പറഞ്ഞുകൊണ്ട് അവർക്ക് ആ ഭാര്യയ്ക്കും കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളും ഒപ്പം സുഖമായി ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇത്തരത്തിലുള്ള പോലീസുകാരുടെ എടുത്തുചാട്ടം കൊണ്ട് ഇല്ലാതാകുകയാണ്. ഇവർ പോലീസുകാരാണെന്നാണ് വൈപ്പ്, പക്ഷേ ഗുണ്ടകളെ പോലെയാണ് പെരുമാറ്റം. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ചതയ്ക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യുക, അയാളെ കാലടിച്ചു പൊട്ടിച്ചു, കാലിന് സ്ക്രാച്ചറുണ്ട്, പ്ലാസ്റ്റർ ടാക്കാണ്, അതുപോലെ തലയൊക്കെ അടിച്ച് മൃതപ്രായനാക്കി എന്ന് വെറുതെ പറയുന്നതല്ല, ആ കോലത്തിലാക്കി. ഒരു SC/ST ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ 16-നാണ് ഈ ഒരു കേസ് അവിടെ വരുന്നത്. ആ കേസ് സംബന്ധിച്ച് അതിനുശേഷം ഒപ്പിടാനായിട്ട് വിളിച്ചു വരുത്തുന്നു. വരുത്തിയതിനു ശേഷം 21-ാം തീയതി വീണ്ടും CI സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സ്റ്റേഷന്റെ പുറകിലെ ഓഫീസർ റൂമിന്റെ പുറകിലുള്ള മറ്റൊരു റൂമിൽ കൊണ്ടുപോയി ക്രൂരമായി ചതച്ചു എന്നാണ് വിനോദ് പറയുന്നത്. അത്രത്തോളം ചതച്ചു, ബൂട്ടിട്ട് ചവിട്ടി, വളരെ ബുദ്ധിമുട്ടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കാലൊക്കെ അടിച്ചു പൊട്ടിച്ചു എല്ലാം ചെയ്ത ശേഷം മൃതപ്രായനാക്കിയ ശേഷം ഭാര്യ വീട്ടിന്റെ ഭാഗത്ത് പോയി അന്വേഷിച്ചെന്നു. അത് കഴിഞ്ഞിട്ട് വഴിയിലിറക്കി വിട്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. അതായത് വഴിയിൽ ഉപേക്ഷിച്ചു എന്ന്. ആശുപത്രിയിലാണ്. ഇത് വലിയ വിവാദമാകുമ്പോൾ ഇത് ഒത്തുതീർക്കാൻ നടക്കുകയാണ് ഇപ്പൊ പോലീസുകാരൻ. ഈ പറയുന്ന CI മനോജ് എന്ന് പറയുന്ന ആൾ ഒത്തുതീർക്കാൻ നടക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത് നമ്മള് ചെയ്തിട്ടുള്ള കാര്യമല്ല. അത് പക്ഷെ ഇത് എന്നാ പ്രശ്നം വെച്ചാൽ ഇവന്റെ തലേ ദിവസം ഇവന്റെ ഈ പെണ്ണിന്റെ ആങ്ങളമാരും ഉപദ്രവിച്ചിട്ടുണ്ട്. അതിപ്പോ എന്റെ അക്കൗണ്ടിലോട്ട് വന്നതായിരിക്കും. ഒടിവരത്തക്ക രീതിയിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം വഹിക്കാൻ തയ്യാറാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ടാണ്. അത് ഞാൻ ചെയ്യാത്ത കാര്യങ്ങള് ന്യൂസിൽ വരുമ്പോ പിന്നെ ഞാൻ നേരെ സസ്പെൻഷൻ ആയിട്ട് എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാനത് നടപടി നേരിട്ട് ചിലപ്പോൾ സസ്പെൻഷൻ ആവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്. പക്ഷെ അങ്ങനെ പോകും. പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റൂല ഇതില്. ഇപ്പൊ നമുക്കൊരു മാനസിക പരിഗണന എന്നുള്ളത് ഇപ്പോ നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ പോലും സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ 1 മാസം കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വിട്ടിട്ടുമുണ്ട്. അപ്പോ നമ്മളീ പറഞ്ഞ പോലെ നമ്മളതിൽ ഇടപെട്ടു പോയി. സ്വാഭാവികമായിട്ടും അവരുടെ ആങ്ങളമാര് ചെയ്തതായിരിക്കാം അത് എന്റെ തലയിലോട്ട് വന്നു. അല്ല, ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഇങ്ങനെ അടിച്ച് ചതച്ച് ഊറക്കിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വിനോദിന്റെ ചികിത്സാ ചെലവ് വഹിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവിടെ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ വിനോദ് വന്നിട്ട് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഈ CI ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. CI പറയുന്നത് പോലെ ഈ ബിനോജിന്റെ അളിയന്മാർ അല്ലെങ്കിൽ കുടുംബക്കാർ, ഭാര്യ വീട്ടുകാർ ആരെങ്കിലുമാണോ വന്ന് തല്ലി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 21-ാം തീയതി CIയുടെ ഓഫീസിൽ CI വിളിച്ചിട്ട് വരുന്ന സമയത്ത് ഈ കാലിൽ ഈ ഫ്രാക്ചർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റൂ? ഇല്ല. അത്രത്തോളം മൃതപ്രായനെ അവിടെ എത്തുമ്പോൾ ആരാണ് ഈ തല്ലിയത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു മനസ്സിലാക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അതിനുശേഷം അവർക്കെതിരെ FIR ഇട്ട് ആ തെറ്റ് ചെയ്തവർക്കെതിരെ കേസെടുക്കില്ലേ ഈ പോലീസുകാരൻ? അത് ചെയ്യാനാണല്ലോ. ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ നടപടികൾ എടുക്കാനാണല്ലോ ഒരു സ്റ്റേഷൻ ഓഫീസർ അവിടെ ഉള്ളത്. എന്തേ അതെടുത്തില്ല? അളിയന്മാർ അടിച്ചു ഉറക്കിട്ടതാണെന്നുണ്ടെങ്കിൽ CIയുടെ ദൃഷ്ടിയിൽ അത് വരുമല്ലോ. ഇവിടെ വിനോദിന്റെ സമുദായ നേതാവായിട്ടുള്ള SC സമുദായ നേതാവായിട്ടുള്ള ഒരു മനു ദശരഥൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖം ഒന്ന് കേൾക്കാം. ഞങ്ങൾ പോലീസുകാരല്ല ഇത് ചെയ്തത്, പെൺകുട്ടിയുടെ ആങ്ങളമാരാണ് ഇത് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ തുടർന്നുള്ള സംഭാഷണ വേളയിൽ അദ്ദേഹം പറഞ്ഞു അതിനെത്ര എന്താണെന്ന് വെച്ചാൽ എന്നെ കഴിയുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഹോസ്പിറ്റലിലെ ഉള്ള എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്യാം, ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മർദ്ദിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ദെൻ അത് തിരിച്ച് പറയുകയും ചെയ്തു ഞാൻ അതിൻ്റെ എന്താണെന്ന് വെച്ച് ചെയ്യാം, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ എൻ്റെ റെപ്യൂട്ടേഷനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് ഒഴിവാക്കണം, അതിന് വേണ്ട എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. മീഡിയക്ക് കൊടുക്കരുത്, മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അതായത് സ്റ്റേഷനിൽ വന്നപ്പോൾ പോലീസുകാരൻ, അതായത് ഈ CI മർദ്ദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മർദ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് മറയ്ക്കണം, മീഡിയകൾ അറിയരുത്, മാധ്യമങ്ങൾ അറിയരുത് എന്നൊക്കെ പറയുന്നത്? അപ്പോൾ ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ, പ്രതിസ്ഥാനത്ത് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളും ഒരു മനുഷ്യനാണ്, അയാൾക്കും ഒരു ജീവനുണ്ട്, ജീവിതമുണ്ട് എന്ന് ആ സമയത്ത് എന്താണ് ഈ പോലീസുകാർ ചിന്തിക്കാത്തത്? അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ആ പ്രതിസ്ഥാനത്ത് നിന്ന് അയാൾ മോചിതനെ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ജീവിക്കണം. അങ്ങനെ ജീവിക്കാനുള്ള കാര്യങ്ങൾ കൂടി മുടക്കിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ തുടർന്ന് ഇയാൾ വേണ്ട, ആ കേസോടുകൂടി ഇയാൾ ചത്തൊടുങ്ങണം എന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷനിലും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? ഒരു കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ചെറിയ കേസായിരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു വെറുതെ വിട്ടെന്ന് വന്നേക്കാം. അങ്ങനെ വെറുതെ വിടുമ്പോൾ ഇയാൾ പുറത്തിറങ്ങിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യണമെന്നാണോ പറയുന്നത്? ആ കോലത്തിലാണ് വിടുന്നത്. അയാൾക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ, അയാൾക്ക് മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങും. എല്ലാം മുടങ്ങി അയാളെ കുത്തുപാള എടുപ്പിച്ച് അവസാനം കയറെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് നടപടികൾ. അതിന് പുറമെയാണ് ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തല്ലി കൊന്ന് കൊലവിളിക്കുന്നത്, ഇല്ലേ? ഈ രീതിയിൽ ഇഞ്ച പോലെ ചതയ്ക്കുന്നത്. ആ മുഖം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അടിച്ച് കരുവാളിച്ച് നീര് വെച്ച പാടുകൾ, എഴുന്നേറ്റിരിക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്നിട്ട് പറയുന്നു താൻ മർദ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ചെലവിന് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? മീഡിയ അറിഞ്ഞാൽ കുഴപ്പം. ഇതുപോലെ മറ്റൊരു കേസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവിനെ പിടിച്ച് നല്ലോണം കൊണ്ട് മർദ്ദിച്ചു, അനാവശ്യമായിട്ട് അടിച്ചു. അയാൾ മനുഷ്യാവകാശ കമ്മീഷനും അല്ലാത്ത കമ്മീഷനും എല്ലാം പോയി. അവസാനം CIO DYSP റാങ്കിലുള്ള ആരോ ആണ്. ആ രീതിയിൽ അടിച്ചതിന് ശേഷം കുറച്ച് മുമ്പുള്ള വീഡിയോ ആയിട്ട് ഞാൻ നന്നായിട്ട് ഓർക്കുന്നില്ല. അവസാനം ആ പോലീസുകാരന്റെ വോയിസ് എനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുടങ്ങുന്നുണ്ട്, ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണമെന്ന്. അപ്പം അതിന് ചോദിക്കുന്നുണ്ട്, അന്ന് എന്നെ അടിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സാറ് ഇത് ഓർത്തില്ലേ, സാറും പെൻഷനാവുമെന്ന് ഓർത്തില്ലേ, അവിടെ കിടക്ക് അനുഭവിക്കട്ടെ എന്ന്. അതായത് അയാൾക്ക് മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങാൻ പറ്റില്ല അവസ്ഥ എത്തി. ഈ യൂണിഫോം ഇടുന്ന ഓരോ ഉദ്യോഗസ്ഥനും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതി തെറ്റുകാരനാണെന്നെങ്കിൽ ആ തെറ്റിനനുസരിച്ച് അവരോട് പെരുമാറണം. എല്ലാവരെയും ഒരുപോലെ കാണരുത്. എല്ലാവരും ഒരുപോലെ ഉള്ളവരല്ല, അബദ്ധത്തിൽ വന്ന് പെട്ടവരുണ്ടാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരുണ്ടാകാം. ഇതിൽ ഏതാണ് അവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. കാരണം ഓരോ വ്യക്തിയെയും കൂടുതൽ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരെ ആ കുറ്റങ്ങളിൽ നിന്ന് വിമുക്തനാക്കി മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ മനുഷ്യരായി പുറത്തു വരുമ്പോൾ അവർക്ക് മനുഷ്യരായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം പോലീസ് തുടക്കം മുതലേ ആ കേസ് അങ്ങനെയാണ്, ഒരു വാർത്തയാക്കണം, വലിയ ഫോട്ടോ വെക്കണം, എന്നിട്ട് ആഘോഷിക്കണം, ഇതൊക്കെയാണ് പരിപാടി. കുറെ കഴിയുമ്പോൾ അയാൾ നിരപരാധിയാണെന്ന് പുറത്തു വരും. ഞാൻ ഇടപെട്ട ഒത്തിരി കേസുകൾ ഉണ്ട്, ആ കേസുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഞാൻ ഈ ആത്മരോഷം കൊള്ളുന്നത് ഈ യുവാക്കൾ അവർക്ക് നാളെ ജീവിക്കേണ്ടവരാണ് എന്നതുകൊണ്ടാണ്. എനിക്ക് വരെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിത് പ്രതികരിക്കണ്ടേ? പോലീസ് സേന എന്ന് പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ജനവിഭാഗങ്ങളുടെ സംരക്ഷകരല്ലേ? അതിലെന്തെങ്കിലും തെറ്റുകളോ അപജയ സഞ്ചാരങ്ങളോ വന്നിട്ടുണ്ടെങ്കിലോ അവരെ നേർവഴിക്ക് നയിക്കേണ്ടവരല്ലേ? അങ്ങനെ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി, മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്ത് നന്നാക്കേണ്ടവരെ നന്നാക്കാനും അല്ലാത്തവരെ അർഹമായ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കാനും വേണ്ടി പണിയെടുക്കേണ്ടവരല്ലേ? അല്ലാതെ അവരുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ വ്യക്തികളെയും കശാപ്പ് ചെയ്താലേ അടങ്ങൂ എന്ന് വാശിയെടുക്കുന്നത് എന്തിനാണ്? Different angles. Don't forget to subscribe and support this channel.